ഓർമ്മിപ്പിച്ചു. അധികം ബോണ്ടിങ് വേണ്ട, അത് കൂടുതൽ ഭാരമുണ്ടാക്കും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. വളരെ ശരിയാണ്. ബോണ്ടിങ് ഒക്കെ ഒരുപാട് ഭാരമുണ്ടാക്കും. ഡിവോഴ്സുകളൊക്കെ വളരെ കൂടിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ഒരു 2000 തുടക്കത്തിലൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്നെ തേടി വന്നത് ഏറ്റവും കൂടുതൽ ഈ റിലേഷൻഷിപ്പ്, അതായത് കൗമാരക്കാരുടെ പ്രണയത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, ബ്രെയിൻ വാഷ് ചെയ്ത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് പാരന്റ്സ് എന്റെ അടുത്ത് കൊണ്ടുവരുമായിരുന്നു. ഞാനാണെങ്കിൽ വളരെ കാര്യമായിട്ട് അത് ചെയ്യുകയും ചെയ്യുമായിരുന്നു. അന്ന് എനിക്ക് തോന്നി ഞാൻ ഡോക്ടറേറ്റ് എടുത്തത് അതിലാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാനത് വെച്ച് നിർത്തി. ഇപ്പൊ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ എനിക്ക് സംശയം എന്റെ ഡോക്ടറേറ്റ് എന്ന് പറയുന്നത് ഈ ഡിവോഴ്സിലാണോ എന്ന്. എന്നെ കാണാമെന്ന ഡിവോഴ്സ് ചെയ്യുന്നത് ഒരു സംശയവും. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഡിവോഴ്സ് ഞാൻ വാങ്ങിത്തരും. വക്കീൽ പോലും വേണ്ട. കൂട്ടിയോജിപ്പിക്കലുകളല്ല വേണ്ടത്. രണ്ട് ജീവിതങ്ങൾ സമാന്തരമായി ഒഴുകുന്ന ഒരു പുഴ പോലെയാണ്. അത് രണ്ടിനും തട്ടും തടവുമില്ലാതെ സുലളിതമായി ഒഴുകാൻ സാധിക്കും. നിങ്ങൾ ഭാര്യയെന്നോ ഭർത്താവെന്നോ പാർട്ണറെന്നോ പങ്കാളിയെന്നോ എന്തു വേണമെങ്കിലും വിശേഷിപ്പിക്കും. രണ്ട് ജീവിതങ്ങൾ ഒരുമിച്ച് പോവുകയാണെങ്കിൽ രണ്ടിനും യാതൊരുവിധ വൈകാരികമോ ബൗദ്ധികമോ ആയ യാതൊരു തടസ്സങ്ങളും ഉണ്ടാകാൻ പാടില്ല. കാരണം നമ്മൾ ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ചും ജെൻഡർ ന്യൂട്രാലിറ്റിയെ കുറിച്ചും ഒക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ രണ്ട് കാര്യങ്ങൾക്കും എനിക്ക് വലിയ താല്പര്യമില്ല. ജെൻഡർ ഇക്വാലിറ്റിയോടും ജെൻഡർ ന്യൂട്രാലിറ്റിയോടും അല്ല എനിക്ക് താല്പര്യം. എനിക്ക് താല്പര്യം ജെൻഡർ ജസ്റ്റിസിനോടാണ്. ജെൻഡർ ജസ്റ്റിസിനോടാണ് എനിക്ക് താല്പര്യം. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിക്ക് എന്താണോ ആ ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കണം. അത് സ്ത്രീ ആയതുകൊണ്ട് കൂടുതൽ ലഭിക്കണമെന്നോ പുരുഷനായതുകൊണ്ട് കൂടുതൽ ലഭിക്കരുതോ അങ്ങനെയൊന്നുമില്ല. ഒരു ജെൻഡർ ജസ്റ്റിസിനെ കുറിച്ച് വളരെയേറെ സ്വപ്നം കാണുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ജെൻഡർ ഇക്വാലിറ്റിയേക്കാൾ ജെൻഡർ ന്യൂട്രാലിറ്റിയേക്കാൾ ജെൻഡർ ജസ്റ്റിസ് വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. അപ്പൊ രണ്ടുപേർ ഒരുമിച്ച് ജീവിക്കുന്നു, ഒരാളിന് ബുദ്ധിമുട്ടാണ് എന്ന് കണ്ടാൽ അവിടെ വെച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെയും തുടരുക എന്ന് പറയുന്നത് വലിയ ഭാരമുണ്ടാക്കും. അതുകൊണ്ട് ഡൈവോഴ്സ് എന്ന് പറയുന്നത് വളരെ സയന്റിഫിക് ആയ ഒരു കാര്യമാണ്, വളരെ ശാസ്ത്രീയമായ ഒരു കാര്യമാണ്. ജീവിച്ചു മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരുമിച്ച് പോകാൻ കഴിഞ്ഞില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, കണ്ണീരില്ലാതെ കരച്ചിലില്ലാതെ പഴിചാരലില്ലാതെ കുറ്റപ്പെടുത്തലിൽ ഇല്ലാതെ മറ്റ് താരതമ്യങ്ങളൊന്നുമില്ലാതെ നമ്മൾ സുഹൃത്തുക്കളായി നമ്മൾ രണ്ട് ജീവിതത്തിലേക്ക് തിരിയുകയാണ് എന്ന് പറയുവാൻ സാധിക്കണം. അത് കോടതി പോലും അല്ലെങ്കിൽ അവകാശങ്ങളും കാര്യങ്ങളിലേക്ക് ഒന്നും പോകരുത്. രണ്ടുപേർ ജീവിക്കാൻ കഴിയില്ല എങ്കിൽ രണ്ടുപേർക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകണം എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് മാറ്റങ്ങൾ വീണ്ടും നമുക്ക് റിലേഷൻഷിപ്പിലേക്ക് വരാം. പിന്നെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരാനില്ലേ? മലയാളത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും മോശമായ ഒരു അശ്ലീല പദം എന്ന് തന്നെ പറയട്ടെ. എന്നതറിയുമ്പോൾ എനിക്ക് ഏറ്റവും അശ്ലീല പദമായി തോന്നിയ വാക്ക് പെണ്ണുകെട്ടൽ എന്ന വാക്കാണ്. പെണ്ണുകെട്ടൽ എന്ന വാക്കൊരു അശ്ലീല പദമാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ത് മോശം പദമാണ് പെണ്ണുകെട്ടൽ. കെട്ടിക്കൊണ്ടു പോകുന്നു, അവളെ കെട്ടിക്കൊണ്ടു പോകുന്നു. പശുവിനെയൊക്കെ കെട്ടിക്കൊണ്ടു പോകുന്നു, അവളെ കെട്ടിക്കൊണ്ടു പോകുന്നു അല്ലെ. പിന്നെ ഏറ്റവും മോശമായ പദമായിട്ട് തോന്നിയിട്ടുള്ളത് പെണ്ണ് കാണൽ. പെണ്ണ് കാണൽ. അപ്പൊ ചോദിക്കും കാണണ്ടേ? കാണാം. പക്ഷെ ഈ പെണ്ണു കാണലിന് അവൻ വരുന്നു, അവന്റെ വീട്ടുകാർ വരുന്നു, അവന്റെ അയൽവക്കക്കാർ വരുന്നു, അവന്റെ അപ്പൂപ്പൻ വരെ വരുന്നു പെണ്ണ് കാണാൻ. അപ്പൂപ്പനൊക്കെ വന്നിരുന്നു പെണ്ണ് കാണുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഇങ്ങനെ നോക്കി നടക്കുന്നത് എന്ത് മോശമായ ഒരു കാര്യമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. രണ്ടുപേർ പരസ്പരം കാണണം. അതൊരു ഒരു ഒരു കോഫി ബാറിൽ നിന്ന് കണ്ടാൽ പോരെ? അപ്പൊ ചോദിക്കും എന്നെ കോഫി ബാറിൽ നിന്ന് കണ്ടാൽ ശരിയാകും എന്ന് ചോദിക്കുന്നവരോടൊക്കെ എനിക്ക് മറുപടി പറയണ്ട. പിന്നെ ചായ കൊണ്ടുവച്ച് വട്ടം വരച്ച് നിന്നാലല്ല മനസ്സിലാവും അല്ലേ? ഒരു കോഫി കഴിച്ച് മനസ്സിലാക്കിയാൽ പിന്നെ ഒരു കോഫിയുടെ കഴിക്കണം, അത്രേ ഉള്ളൂ. അടുത്ത ഞായറാഴ്ച ഒരു കോഫിയുടെ കഴിക്കണം അല്ലേ? പിന്നെ ഈ വിവാഹം കഴിച്ചിട്ട് പെൺകുട്ടി ഭർതൃഗൃഹത്തിൽ പോയി താമസിക്കുന്ന ഏർപ്പാട് ഇപ്പോഴും ഇല്ലേ? അങ്ങനെയൊക്കെ തന്നെയല്ലേ? ഞാൻ ചോദ്യം ചെയ്യുന്നത് എന്തിന് അവനൊന്നും നഷ്ടപ്പെടാനില്ല. അവൾക്കാണ് എല്ലാം നഷ്ടപ്പെടുന്നത് അല്ലേ? അവളൊരു 22 വർഷം ജീവിച്ച വീട്, അതിന്റെ പരിസരങ്ങൾ, അവരുടെ വീട്ടുകാർ, അതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് അവൾ അവന്റെ കൂടെ പോവുകയാണ്. എന്നിട്ട് കുട്ടിക്കാലത്തെ പെൺകുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുന്ന വാക്കുന്ന വേറൊരു വീട്ടിൽ താമസിക്കാനുള്ളതാണ്. പഴയ കാലത്ത് സമ്മർ വെക്കേഷൻസ് എല്ലാം ആൺകുട്ടികൾക്ക് ഇഷ്ടം പോലെ കളിച്ചു നടക്കാം, പെൺകുട്ടികൾക്ക് കളിച്ചു നടക്കാൻ പാടില്ല. അപ്പൊ വീട്ടു ജോലികൾ പഠിക്കണം. എന്തിന് വീട്ടു ജോലികൾ പഠിക്കണം? വേറൊരു വീട്ടിൽ താമസിക്കേണ്ടവളാണ് നീ, വേറൊരു വീട്ടിൽ താമസിക്കേണ്ടവളാണ് നീ എന്നാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത് അല്ലേ?
ഞാനൊരു അഭിപ്രായം പറയട്ടെ. വിവാഹത്തിന് ശേഷം പെൺകുട്ടി ആൺകുട്ടിയുടെ വീട്ടിൽ പോയി താമസിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആൺകുട്ടി പെൺകുട്ടിയുടെ വീട്ടിലും താമസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അവിടെ കോമയിട്ട് ഒരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്. എന്താണെന്നറിയുമോ? ഈ ഡൗറി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അത് വേണം കേട്ടോ. ഡൗറി വേണം. ഡൗറി വേണം. ഡൗറി ഇല്ലാതെ പറ്റിയൊന്നുമില്ല, ഡൗറി വേണം. പക്ഷേ ഒരു കണ്ടീഷനിൽ നിങ്ങൾ അവിവാഹിതരായ പെൺകുട്ടികൾ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ ഡൗറി കൊടുക്കണം എന്ന് നിങ്ങളുടെ പാരന്റ്സിനോട് പറയണം. പക്ഷേ ആ പാരന്റ്സിനോട് നിങ്ങൾ ഒരു കണ്ടീഷൻ കൂടെ പറയണം. ഡൗറി കൊടുക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് 5 ലക്ഷം രൂപ ഡൗറി ചോദിക്കുന്നു എന്ന് വിചാരിക്കും. എന്താ, ഭർത്താവിന്റെ വീട് അല്ലെങ്കിൽ വരന്റെ വീട്, പുരുഷന്റെ വീട് 5 ലക്ഷം രൂപ ചോദിക്കുന്നു എന്ന് വിചാരിക്കും. നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ പാരന്റ് പറയണം 5 ലക്ഷം രൂപ തരാം. പക്ഷേ ഞാൻ 5 ലക്ഷം രൂപ എന്റെ മകൾക്ക് വേണ്ടി അങ്ങോട്ട് തരുമ്പോൾ നിങ്ങളുടെ മകന് വേണ്ടി 5 ലക്ഷം രൂപ ഇങ്ങോട്ട് വെക്കണം. നിങ്ങൾക്ക് വേണ്ടി, എന്റെ മകൾക്ക് വേണ്ടി ഞാൻ അങ്ങോട്ടൊരു വാഹനം വെക്കുമ്പോൾ നിങ്ങളുടെ മകന് വേണ്ടി ഒരു വാഹനം ഇങ്ങോട്ട് വെക്കണം. ആ പരിപാടിയാണെങ്കിൽ മതി.